ഗായ്സ്, എറണാകുളം വരെ ഒന്ന് പോവാണ്. കമ്പനിയുടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഞാൻ ലേറ്റ് ആയാണ് എത്തിയത്. ഓടിപ്പടച്ചാണ് സ്റ്റേഷനിൽ എത്തിയത്. നേരത്തെ എത്തിയതിന്റെ ഹങ്കാറ് ശീലേട്ടന്റെ ബോത്തുണ്ട്. ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ പോവാണ്. മൂപ്പര് എന്നിട്ടും കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ എറണാകുളത്ത് എത്തി ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ഒക്കെ ആയി ഞങ്ങൾ നൈസായിട്ട് ഞാനും ശീലേട്ടനോട് ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം കൊണ്ട് കണ്ണൂർ ടീമൊക്കെ എത്തി. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ നമ്മൾ മീറ്റിങ്ങിന് പോവാണ്. മീറ്റിംഗ് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. നമ്മളൊരു ഓട്ടോയിലാണ് പോകുന്നത്. ഇത്തവണ മീറ്റിംഗ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ ഇപ്രാവശ്യം 2 ദിവസമുണ്ട് മീറ്റിംഗ്. ഫസ്റ്റ് ഡേ വരുന്നത് കമ്പനിയുടെ ഒഫീഷ്യൽ മീറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് ഡേ നമ്മുടെ ക്രിക്കറ്റ് മാച്ച് ആണ്. അതായത് കമ്പനി നമുക്ക് ഒരു ദിവസം സ്പോർട്സ് ഡേ ആയിട്ട് കമ്പനി നമുക്ക് ചെയ്യുന്നുണ്ട്. പാക്സ്മെന്റ് ക്രിക്കറ്റ് ലീഗ് സീസൺ 2 എന്ന രീതിയിൽ ക്രിക്കറ്റ് മാച്ച് സെക്കൻഡ് ഡേ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഒരു 90% ആളുകൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയേഴ്സോ അതേപോലെ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആരുമല്ല. എന്നാൽ കൂടി ഈ ഒരു ടൂർണമെന്റിന് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ചിലവർ പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഡേ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടർഫൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് തന്നെ നമ്മളൊരു ടീമായിട്ട് ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടർഫ് ബുക്ക് ചെയ്തതും നമ്മളൊരു ടീമായിട്ട് പ്രാക്ടീസ് വെച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതും. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈവനിങ് ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. അറേബ്യൻ പാലസിലേക്കാണ് പോയത്. അവിടെ പോയി അടിപൊളി ഒരു മന്തിയൊക്കെ കഴിക്കാനാണ് പോയത്. മന്തി എത്തുന്നതിന് മുന്നേ നമുക്കൊരു അടിപൊളി സൂപ്പ് കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല സൂപ്പായിരുന്നു, നല്ല എരിവൊക്കെ ആയിട്ട് നല്ല സൂപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെ മന്തിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ ഓക്കേ.